AI കാലഘട്ടം വരികയാണ്. കുറെ ആളുകളെ ജോലി പോകാൻ പോവുക. 2026 ആകുമ്പോഴേക്കിന്നെ 25 കോടി ജനങ്ങളുടെ ജോലി പോകുന്നുള്ളതാണ് പുതിയ കണക്കിലൊക്കെ. അപ്പൊ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മൾ ഇപ്പൊ സേഫ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഇനി ജോലി പോയി കഴിഞ്ഞാൽ അവർ വരാൻ പോകുന്ന മേഖല ഇതാണ്. പഠിച്ചിറങ്ങുന്ന കുട്ടികൾ, ഏറ്റവും കൂടുതൽ നമ്മളെ താഴേക്ക് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ചെയ്യാൻ പോകുന്ന ഒരു മേഖലയാണ്. ഏറ്റവും ലോകത്തിൽ ഇനി ബൂം ചെയ്യാൻ പോകുന്ന ബിസിനസ് ആണ്. കിട്ടിയത് ആലോചിച്ച് നോക്കണം. നമ്മുടെയൊക്കെ പ്രാർത്ഥന ദൈവം കേട്ടതുകൊണ്ടാണ്. കുറെ ആളുകൾ കോട്ടിട്ടിട്ടും കുറെ ആളുകൾ അപ്പുറത്തും വർത്താനം പറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോ എനിക്ക് സംഭവം മനസ്സിലായി. ഇത് എന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഈ ബിസിനസ്സിൽ ശരിക്കും പറഞ്ഞ പോലെ ഞാൻ അവിടെ തന്നെ കാറ് ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ തിരിച്ചു പോരുകയാണ്. ആലോചിച്ച് നോക്കണം, ശരിക്കും നമ്മളെ ഇഷ്ടമല്ലാതെ നമ്മളെ കൂട്ടി കൊണ്ടുപോയിട്ട്, അതും പറ്റിച്ചു പോലെ അവിടെ കൊണ്ടുപോയിട്ട്, ഇത് ഈ കോട്ടിട്ട ആളുകളെ, എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണക്കാരാണ്, ഈ കോട്ടിട്ടത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു അലർജി പോലെ, ഒരു ചതുർത്ഥി പോലെയാണ് തോന്നാറ്. പക്ഷെ ഇത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, ഇത് സംഭവം ആ കേസ് തന്നെയാണ്, ആ ആളെ പറ്റിക്കുന്ന കേസിലേക്ക് തന്നെയാണ് കൊണ്ടുവരുന്നത്. കൊണ്ടുവന്നു എന്ന് മാത്രല്ല, അവിടെ എത്തി. അപ്പൊ ഞാൻ പറഞ്ഞു അവരടുത്ത് നല്ല ദേഷ്യപ്പെട്ടു. ഞാൻ ദേഷ്യപ്പെട്ട സമയത്ത് പിന്നെ ആളുകൾ കൂടാൻ തുടങ്ങി. കാരണം സ്വാഭാവികമായിട്ടും എന്താ ടെസ്റ്റ് എന്ന് ചോദിക്കാൻ ആളുകൾ വന്നപ്പോ, സാറേ ഞാൻ പറഞ്ഞു, ഒന്ന് രണ്ട് കൂട്ടിട്ട ആളുകളോട് പറഞ്ഞു, എന്നെ മഞ്ചേരി നിന്നാണ് ഞാൻ വരുന്നത്, ഈ വർക്ക് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നത്, പക്ഷെ ഇവിടെ എത്തിയപ്പോഴെ എന്നെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, എന്തായാലും വന്നതല്ലേ, കുറച്ചു നേരം ഒന്ന് ഇരുന്നിട്ട് പോവാന്നാണ്. എന്റെ വൈഫിന്റെ കയ്യിന്റെ ഒരു പ്രോബ്ലം വന്ന് കുറേ പ്രയാസങ്ങൾ, ഞങ്ങൾ പോവാത്ത സ്ഥലങ്ങളില്ല, കാണിക്കാത്ത ഡോക്ടർമാരില്ല, തെറാപ്പികളും പല ആയുർവേദ ട്രീറ്റ്മെന്റുകളും അക്യൂപഞ്ചറും എല്ലാം നടത്തി. പക്ഷെ എന്താണ് അതിന്റെ കാര്യം എന്ന് കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ശരിക്കും പറഞ്ഞ പോലെ തന്നെ ഈ നാലഞ്ച് പ്രൊഡക്റ്റുകൾ സാറ് പരിചയപ്പെടുത്തി. എനിക്ക് ആയുഷ് പ്രീമിയം ആണെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഈ ആയുഷ് പ്രീമിയം കേൾക്കുന്നത് പോലും ഞാൻ ആദ്യമായിട്ടാണ്. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തിന്റെ അമ്മാവനായിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ട്, ഡോക്ടറോട് ചോദിച്ചു, ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ അയാളടുത്ത് ചോദിച്ച സമയത്താണ് ആയുഷ് പ്രീമിയത്തിന്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വ്യക്തമായിട്ട് സാറ് പറഞ്ഞു തന്നത്. പറഞ്ഞു തന്ന സമയത്ത് എന്നോട് ധൈര്യമായിട്ട് കഴിക്കാൻ വേണ്ടി പറഞ്ഞ് 3 to 6 മാസം, ഏകദേശം ഒരു ആയുർവേദ ആയതുകൊണ്ട് തന്നെ ഒരു 3 മുതൽ 6 മാസം വരെ കഴിക്കാൻ പറഞ്ഞു. ഇപ്പൊ കഴിച്ച് ഞാൻ പറയാം, 14 വർഷം അനുഭവിച്ചിട്ടുള്ള പ്രയാസം ഒരു 3 മാസമായപ്പോഴേക്ക് അതിന്റെ പൂർണ്ണമായിട്ട് മാറി എന്ന് പറയാം. ഈ ടീമിൽ വരുമ്പോ എനിക്ക് ശരിക്കും എന്റെ ടീമിൽ വരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇതിലെല്ലാവരും ഉമറുസ്താദിനെ പോലെ അല്ലെങ്കിൽ ബാപ്പു തങ്ങളെ പോലെ തന്നെ ഒരുപാട് നിരവധി ആളുകളാണ് ഇതിൽ അറിയുന്ന ആളുകൾ. തീർച്ചയായിട്ടും എന്റെ ടീമിൽ ഒരു മീറ്റിംഗ് എടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് എന്നുള്ളത് ഒരു സംശയവുമില്ല. ഞാൻ എപ്പോഴും നോക്കി കാണുന്നതാണ്. ഉമറുസ്താദ് എപ്പോഴും പറയുന്നത് വിദ്യാഭ്യാസം കുറവാണെന്ന്, പക്ഷെ അപ്ഡേഷന്റെ കാര്യത്തിൽ മാസ്റ്റർ ആണ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ ഒരു മൈ ലൈഫില് ഏറ്റവും കൂടുതൽ അപ്ഡേഷൻ കൊണ്ടുവരുന്ന ഒരു വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതിൽ തർക്കമില്ലാണ്ട് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഉമറുസ്താദ്. അപ്പോ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഞാൻ വരാണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാല് നല്ല തിരക്കുള്ള സമയം, അതായത് സ്വന്തമായിട്ട് ഒരു സ്റ്റുഡിയോ ഓൺ ചെയ്യുന്ന സമയമാണ്. എനിക്ക് ഈ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് സംശയങ്ങളോടെയാണ് ഈ ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒട്ടും ഇഷ്ടത്തോടെ ഒന്നല്ല വന്നത് ഈ ബിസിനസ്സിൽ. സ്റ്റുഡിയോ നല്ല രീതിയിൽ റൺ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ഏറ്റെടുക്കുന്നത്. തിരക്കുള്ള സമയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വർക്കുമായി കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ബിസിനസ് ഏറ്റെടുക്കുന്നത്. സ്റ്റുഡിയോയിൽ അത്യാവശ്യം നമുക്കറിയാലോ, വർക്കുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് എന്ന വിശ്വാസത്തോടു കൂടി തന്നെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുന്നത് സത്യം പറയാം, ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ അപ്ലൈൻ ആയിട്ടുള്ള സുരേഷ് സാറിനെ ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ എന്റെ മാതാപിതാക്കള്, അതുപോലെ ഈ ഏറ്റവും നല്ല പ്രവർത്തിച്ചാൽ വരുമാനം കിട്ടുന്ന കമ്പനിയിലാണ് എത്തിച്ചേർന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഞാൻ കേട്ടതെല്ലാം ഈ ഒരു പണം പോയ കേസുകളും ഒരുപാട് ആളുകളെ പറ്റിക്കപ്പെട്ട കേസുകളുമായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ അടുത്ത് പ്രസന്റ് ചെയ്യാൻ വരുന്ന സമയത്ത് പോലും ഞാൻ ഒട്ടും ഇതിനെ കേൾക്കാൻ നിർബന്ധനായില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ പലതവണ എൻ്റെ അടുത്ത് രാവിലെ ഞാൻ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വരും. ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് വരെ ചിലപ്പോൾ ഒന്നും മിണ്ടാണ്ട് അവിടെ ഇരിക്കും, പേപ്പറൊക്കെ വായിച്ചിട്ടിരിക്കും, പോവും. അങ്ങനെ നിരവധി തവണ ദിവസങ്ങളോളം എന്നെ ഈ ഒരു ബിസിനസ് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരാളാണ് സുരേഷ് സാറ്. പക്ഷെ ഞാൻ ഒട്ടും കേൾക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഒരു ദിവസം ഇതേപോലെ തന്നെ എന്നെ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് വർക്കിന് പോകണം എന്ന് പറഞ്ഞിട്ട് ക്യാമറ എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞാൻ വർക്കല്ലേ, ആ വർക്കാണെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, ക്യാമറയൊക്കെ എടുത്ത്
പോയി. എവിടെയെന്ന് ചോദിച്ചു, കുറച്ച് ദൂരെയാണ് എന്ന് പറഞ്ഞു. കാറിൽ കയറി പോകുന്ന സമയത്ത് കാറിൽ വേറെ ആളും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്റെ വർക്കിനെ കുറിച്ച് സ്റ്റുഡിയോനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ, കാരണം നമ്മളെ കാര്യമാണല്ലോ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ കുറെ യാത്ര ചെയ്തു. കുറെ യാത്ര ചെയ്തപ്പോഴും ഞാൻ ചോദിച്ചു എവിടെ വർക്ക് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതെവിടെ എത്താറായി എന്ന് പറഞ്ഞു. അങ്ങനെ എത്തിപ്പെടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഏകദേശം കുന്നംകുളം എത്തിയപ്പോഴാണ് ഞാൻ പറഞ്ഞു എത്ര ദൂരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഞാൻ എന്റെ വർക്ക് ഞാൻ വീഡിയോ റെൻഡറിങ്ങിന് ഇട്ടതിന് ശേഷമാണ് ഞാൻ അവരുടെ കൂടെ പോരുന്നത്. അവിടെ എത്തിയ സമയത്ത് എനിക്ക് ആ ഓഡിറ്റോറിയത്തിലേക്ക് കടന്ന സമയത്ത് തന്നെ കുറെ ആളുകൾ കോട്ടിട്ടിട്ടും കുറെ ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വർത്താനം പറഞ്ഞൊക്കെ നിൽക്കുന്ന കണ്ടപ്പോ എനിക്ക് സംഭവം മനസ്സിലായി, ഇത് എന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഈ ബിസിനസ്സിൽ ശരിക്കും പറഞ്ഞ പോലെ ഞാൻ അവിടെ നിന്ന് കാറ് ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ തിരിച്ചു പോരാണ്. ആലോചിച്ച് നോക്കണം, ശരിക്കും നമ്മളെ ഇഷ്ടമല്ലാതെ നമ്മളെ കൂട്ടി കൊണ്ടുപോയിട്ട് അതും പറ്റിച്ചു പോലെ അവിടെ കൊണ്ടുപോയിട്ട് ഇത് ഈ കോട്ടിട്ട ആളുകളെ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണക്കാരാണ്. ഈ കോട്ടിട്ടത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു അലർജി പോലെ ഒരു ചതുർത്ഥി പോലെയാണ് തോന്നാറ്. പക്ഷെ ഇത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇത് സംഭവം ആ കേസ് തന്നെയാണ്, ആ ആളെ പറ്റിക്കുന്ന കേസിലേക്ക് തന്നെയാണ് കൊണ്ടുവരുന്നത്. കൊണ്ടുവന്നു എന്ന് മാത്രല്ല അവിടെ എത്തി. അപ്പൊ ഞാൻ പറഞ്ഞ അവരടുത്ത് നല്ല ദേഷ്യപ്പെട്ടു. ഞാൻ ദേഷ്യപ്പെട്ട സമയത്ത് പിന്നെ ആളുകൾ കൂടാൻ തുടങ്ങി. കാരണം സ്വാഭാവികമായിട്ടും എന്താ ടെസ്റ്റ് എന്ന് ചോദിക്കാൻ ആളുകൾ വന്നപ്പോ സാറേ ഞാൻ പറഞ്ഞു, ഒന്ന് രണ്ട് കൂട്ടിട്ട ആളുകളോട് പറഞ്ഞു എന്നെ മഞ്ചേരിന്നാണ് ഞാൻ വരുന്നത്, ഈ വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നത്, പക്ഷെ ഇവിടെ എത്തിയപ്പോഴെ എന്നെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു എന്തായാലും വന്നതല്ലേ കുറച്ചു നേരം ഒന്ന് ഇരുന്നിട്ട് പോവാന്നാണ്. അവരോട് പറഞ്ഞു ആയിക്കോട്ടെ കുറച്ചു നേരം ഇരിക്കാന്ന് പറഞ്ഞു. കൊണ്ടുപോയ സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഡോറിന്റെ അടുത്ത് രണ്ടു മൂന്ന് ആളുകൾ ഇരിക്കുന്നുണ്ട്. അവിടെ ടിക്കറ്റും കൊടുക്കണം എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് നമ്മളെ മഞ്ചേരിന്ന് കൊണ്ടുവന്നിട്ട് അപ്പൊ ഒരു ടിക്കറ്റിന് അന്ന് എനിക്ക് തോന്നുന്നു ഭ്രമരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആ ഭ്രമരത്തിന്റെ പ്രൊമോഷനായിട്ട് ആണ് അവിടെ കുന്നംകുളത്ത് ഒരു മീറ്റിംഗ്, വലിയൊരു മീറ്റിംഗ് നടക്കുക. അപ്പൊ അവിടെ ചോദിക്കുന്ന സമയത്ത് 100 രൂപ അവിടെ എൻട്രി ഫീസും കൂടി കൊടുക്കണം. സോ ഈ ഒരു കച്ചറയായിട്ട് നടക്കുന്ന ഒരാള് വീണ്ടും ഒരു 100 രൂപയും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? എന്റെ മാനസികാവസ്ഥ അതായിരുന്നു. കാരണം ഈ മീറ്റിങ്ങിലൊക്കെ 100 രൂപ കൊടുത്ത് കയറണം എന്നുള്ളത്. എന്തായാലും അതും കൂടി അപ്പം കൊണ്ടുവന്ന ആളുകൾ പറഞ്ഞു ഞാൻ കൊടുത്തോളാം എന്നാണ്. കയറിയ സമയത്ത് ഇതേപോലെ തന്നെ കുറെ തുടങ്ങാൻ കുറച്ച് ഒരു 10 മിനിറ്റ് ആവും പറഞ്ഞു. അങ്ങനെ 2-3 ആളുകൾ എന്നെ പിന്നെ പരിചയപ്പെടാൻ വന്നു. അപ്പൊ കുഴപ്പമില്ല സാറേ ഇരിക്കൂ, ദേഷ്യത്തോടെ തന്നെ അവിടെ ഇരുന്നപ്പോഴാണ് സുരേഷ് സാറ് എന്റെ വേറൊരു അപ്ലൈനും കൂടെ ഉണ്ട്. അപ്പോ ഇരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് തുടങ്ങുന്നതിന് മുന്നേ നമ്മളല്ലേ ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ സെന്ററിൽ ഇരുത്തിയിട്ട് ആ അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ ഇവരിൽ ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ അഥവാ ഇറങ്ങി പോയാലെന്ന് വെച്ചിട്ട് അത്രയും പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് ഇവരെ ഇരുത്തി. ഞാൻ മൂത്രം ഒഴിക്കാൻ പോകുമ്പോൾ പോലും ഇവര് രണ്ടാളും എന്റെ കൂടെ പോരുകയാണ്. ഞാൻ ചോദിച്ചു എന്തിനാണ് പോരുന്നത് ചോദിച്ചപ്പോഴും ഇവര് പറയുന്നതെന്ന് വെച്ചാൽ ഒന്നുമില്ല, കാരണം ഞാൻ ഇറങ്ങി പോയാലെന്ന് വിചാരിച്ചിട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇരുന്ന് അപ്പോഴാണ് എന്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ഒരാളെ സ്റ്റേജിന്റെ മുന്നിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്, നമുക്ക് അയാളൊന്ന് പരിചയപ്പെടാമെന്നാണ്. എനിക്കൊട്ടും ഇവരെ രണ്ടാളല്ലാണ്ട് വേറെ ആരും അറിയൂല. അപ്പോ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോഴാണ് എന്റെ അടുത്ത് പറയുന്നത് ഇതില് ഒരു വിജയിച്ച ലീഡർ ഉണ്ട്, അയാളെ പേരാണ് മുബീൻ മുഹമ്മദ് എന്നുള്ളത്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ മുബീൻ സാറിനെ അറിയാത്തത് കൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരാള് എന്നുള്ള നിലയ്ക്ക് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പക്ഷെ അവിടെ പോയി പേര് ചോദിച്ച് എന്റെ കൈ പിടിച്ചപ്പോ തന്നെ എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു വൈബ്രന്റ് എനിക്ക് തോന്നി. സാറ് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി എന്ന് പറയാം. ഈ ബിസിനസ്സിൽ ഞാൻ ഒരിക്കലും കേൾക്കാൻ തയ്യാറാകാത്ത ഒരു ബിസിനസ്, ഞാൻ കണ്ടതിലും കേട്ടതിലും ഒക്കെ ഈ ഒരു ബിസിനസ് മോശം എന്നുള്ള അവസ്ഥയിൽ നിന്ന് മുബീൻ സാറ് ഈ ബിസിനസിന്റെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തന്നപ്പോഴാണ് ഇത്രയും വലിയൊരു ബിസിനസ് ആണോ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ വളരാൻ പോകുന്ന ഒരു ബിസിനസ് ആണോ, അല്ലെങ്കിൽ ഇത്രമാത്രം നേട്ടങ്ങൾ ഉണ്ടാക്കിയതാണോ എന്നൊക്കെ എനിക്ക് കാണിച്ചു തന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ എന്റെ മനസ്സ് തുറപ്പിച്ചൊരു മീറ്റിംഗ് ആയിരുന്നു ഭ്രമരത്തിന്റെ പ്രൊമോഷൻ എന്നുള്ളത്. ഇത്രയും കാലം ഞാൻ കേൾക്കാതിരുന്നത് ഇതായിരുന്നോ എന്നുള്ളത് എനിക്ക് എന്നോട് തന്നെ ഒരു ദേഷ്യം എനിക്ക് തോന്നിയുള്ളൊരു സമയമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞു. ആ കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ നേരെ സാറിന്റെ അടുത്തേക്ക് എന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു സാറേ ഇത് ഞാൻ ഏറ്റെടുക്കും സാറേ. കാരണം എനിക്ക് ഇതിന് വളരെ വ്യക്തമായിട്ട് ഇത് സാറും കാണിച്ചു തന്നു, വിശ്വാസത്തോടു കൂടി തന്നെ കാണിച്ചു തന്നു. ഞാൻ എന്തായാലും ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുള്ളത് സാറിന് കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയതുപോലെയല്ല, അതിനേക്കാളും 100 മടങ്ങ് എഫക്റ്റോട് കൂടിയാണ് ഞാൻ തിരിച്ചു പോരുന്നത്. തിരിച്ചു പോരുന്ന സമയത്ത് തന്നെ ഞാൻ കാറിന്ന് വിളിയ തുടങ്ങി. കാരണം
2,10,000 എന്റെ മനസ്സിൽ കയറിയിട്ടില്ല. ഒരാഴ്ചയിൽ 2,10,000 കയറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്റെ സുഹൃത്തുക്കൾ, 100 കണക്കിന് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ആ സുഹൃത്തുക്കളോടൊക്കെ പറയാം. കാരണം ഞാൻ പറഞ്ഞത് കേൾക്കാത്ത ഒരു സുഹൃത്തും ഇല്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ കുന്നംകുളത്ത് നിന്ന് ക്യാമറ ഒക്കെ ഞാനൊരു സൈഡിലേക്ക് വെച്ചിട്ട് ഞാൻ വിളിക്കാൻ തുടങ്ങി. നല്ലൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ ഇത്രയും കാലം കേൾക്കാതിരുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെടാൻ പോകുന്ന ഒരു സമയം വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആഴ്ചയിൽ 2,10,000 കിട്ടുന്ന പരിപാടിയാണ്. അതിൽ നമ്മൾ ഹലോ 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 എന്ന് പറഞ്ഞ കോള്. പിന്നെ അപ്പൊ ഞാൻ വിചാരിച്ച റേഞ്ച് കട്ടായതാണ്. അല്ല, ഓരോരുത്തർ 2,10,000 ആഴ്ച കിട്ടുമെന്ന് പറഞ്ഞാലൊന്നും നമ്മളെ നാട്ടുകാർക്ക് എന്തായാലും വിശ്വസിക്കാൻ പറ്റില്ല. അന്ന് കോൾ എടുത്ത ആളുകള് പിന്നെ എന്റെ കോൾ എടുക്കാണ്ടായി എന്നുള്ളതാണ് സത്യം. അത് ഞാൻ പിന്നെ അടുത്ത ആളിലേക്ക് വിളിച്ചു. ഏകദേശം മഞ്ചേരി എത്തുന്നവരെ പല ആളുകളും വിളിച്ചു. ചില ആളുകൾ കാണാന്ന് പറഞ്ഞു, ചില ആളുകൾ എന്നെ ഉപദേശിക്കാൻ തുടങ്ങി. നിനക്കുണ്ടോ വട്ട്? കാരണം ഇത്രയും കാര്യങ്ങൾ കേൾക്കുന്നില്ലേ, പേപ്പറിൽ കേൾക്കുന്നില്ലേ, ഇതൊക്കെ തട്ടിപ്പാണ്, ഇങ്ങനെയൊക്കെ തന്നെ പറയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് പാതി മനസ്സായി. 100% ചാർജിൽ വന്ന് ഞാൻ 50-50 ചാൻസിലേക്ക് എത്തി. ചായ കുടിക്കാൻ ഇറങ്ങി. അപ്പൊ ഓരോരുത്തരും വിളിച്ചവരൊന്നും പിന്നെ തിരിച്ചു വിളിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞത് കേൾക്കാതായി. എന്തായാലും ഞാൻ ഉറപ്പിച്ചു, ഈ പറയുന്ന ആളുകള്, മുബീൻ സാറും അവിടെ ഇരുന്ന എല്ലാ ലീഡേഴ്സും പറഞ്ഞിരുന്നു, റിജക്ഷൻ ഫേസ് ചെയ്ത സമയത്ത് മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെ സ്വാഭാവികമായിട്ടും ഞാൻ അത് ഏറ്റെടുത്ത് നാട്ടിലെത്തി. ശരിക്കും വീട്ടിലെത്തി വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ എന്റെ അതേ ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു അവർക്കും. കാരണം അവരും കേട്ടത് പല തട്ടിപ്പുകളാണ്. ഒരൊറ്റ മോനാണ്, എനിക്ക് 2 മക്കള്, അച്ഛനമ്മ, വൈഫ്. അപ്പൊ ഇവരുടെ അടുത്ത് സ്വാഭാവികമായിട്ടും ഞാൻ എന്റെ ഈ ഒരു ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ കേട്ടു എന്ന് പറയുമ്പോൾ അവരെന്നെ പിന്നെ ഉപദേശിക്കാൻ തുടങ്ങി. കാരണം നിനക്ക് നല്ലൊരു സ്റ്റുഡിയോ ഉണ്ട്, നല്ല തിരക്കുള്ള സമയമാണ്, ഈ സമയത്ത് നീ ഇതേപോലെ തന്നെ ഇറങ്ങിയിട്ട് പല പേരുദോഷം ഉണ്ടാക്കണം എന്നുള്ള ലെവലിലേക്ക്. അങ്ങനെ വന്ന് ഞാൻ ഇതെങ്ങനെങ്കിലും ഒന്ന് അവതരിപ്പിക്കണമല്ലോ. ഞാൻ വൈഫിന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. 2,10,000 കിട്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവളും കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ഫോട്ടോ എടുത്തൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ വിശ്വാസത്തോട് കൂടി വന്നു. പക്ഷേ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, എന്നെ കൃത്യമായിട്ട് 20-ലധികം തവണ എന്നെ ഈ ബിസിനസ് കേൾപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. സ്മൂത്ത് ആയിട്ട് ഈ ഒരു വലിയൊരു ഫംഗ്ഷനിലേക്ക് എന്നെ കൊണ്ടുപോയ സമയത്താണ് എന്റെ മനസ്സിൽ ഈ ഒരു വലിയ ഒരു ബിസിനസ് എന്റെ ഉള്ളിലേക്ക് കയറിയത്. അങ്ങനെ എന്റെ മനസ്സിൽ കയറിയിട്ടില്ല. എന്റെ ഈ തീരുമാനം എന്റെ വൈഫും എന്റെ വീട്ടുകാരും അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പലതവണ ശ്രമിച്ചപ്പോഴും ഒരു വിശ്വാസം എന്റെ പോലെ തന്നെയായിരുന്നു അവർക്കും ഉണ്ടായിരുന്നില്ല. വൈഫിന്റെ കൈയിന്റെ ഒരു പ്രോബ്ലം വന്ന് കുറേ പ്രയാസങ്ങൾ, ഞങ്ങൾ പോവാത്ത സ്ഥലങ്ങളില്ല, കാണിക്കാത്ത ഡോക്ടർമാരില്ല, തെറാപ്പികളും പല ആയുർവേദ ട്രീറ്റ്മെന്റുകളും അക്യൂപഞ്ചറും എല്ലാം നടത്തി. പക്ഷെ എന്താണ് അതിന്റെ കാര്യം എന്ന് കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ശരിക്കും പറഞ്ഞ പോലെ തന്നെ ഈ 4-5 പ്രൊഡക്റ്റുകൾ സാറ് പരിചയപ്പെടുത്തി. എനിക്ക് ആയുഷ് പ്രീമിയം ആണെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഈ ആയുഷ് പ്രീമിയം കേൾക്കുന്നത് പോലും ഞാൻ ആദ്യമായിട്ടാണ്. അങ്ങനെ ഞാൻ എന്റെ സുഹൃത്തിന്റെ അമ്മാവനായിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ട്, ഡോക്ടറോട് ചോദിച്ചു, ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ അയാളടുത്ത് ചോദിച്ച സമയത്താണ് ആയുഷ് പ്രീമിയത്തിന്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വ്യക്തമായിട്ട് സാറ് പറഞ്ഞു തന്ന സമയത്ത് എന്നോട് ധൈര്യമായിട്ട് കഴിക്കാൻ വേണ്ടി പറഞ്ഞ് 3 to 6 മാസം, ഏകദേശം ഒരു ആയുർവേദ ആയതുകൊണ്ട് തന്നെ 3 മുതൽ 6 മാസം വരെ കഴിക്കാൻ പറഞ്ഞു. കഴിച്ച് ഞാൻ പറയാം, 14 വർഷം അനുഭവിച്ചിട്ടുള്ള പ്രയാസം ഒരു 3 മാസമായപ്പോഴേക്ക് അതിന്റെ പൂർണ്ണമായിട്ട് മാറി എന്ന് പറയാം. പക്ഷെ അത് തുടർന്ന് 6 മാസം കഴിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഞാൻ ഇന്ന് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറ്റം പറയുന്ന ഒരാളെ ഞാൻ സമ്മതിക്കാറില്ല. കാരണം എന്റെ ജീവിതം മാറ്റിമറിച്ചൊരു പ്രൊഡക്റ്റ് ആണ് ശരിക്കും പറഞ്ഞ പോലെ തന്നെ ഈ നമ്മൾ ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ദൈവത്തിന്റെ കയ്യൊപ്പ് ചാലിച്ച ഈ പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റും. 100% ഇന്ന് സത്യം പറഞ്ഞാൽ ആ പ്രൊഡക്റ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ വൈഫ് ഇന്ന് ഉണ്ടാവില്ല. കാരണം 2 വട്ടം സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ ആളാണെന്ന് പറയാം. കാരണം അത്രമാത്രം പ്രയാസം, മുടി കെട്ടാനോ അല്ലെങ്കിൽ ഡ്രസ്സ് ഇടാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക്. പക്ഷെ ആർക്കും അറിയില്ലായിരുന്നു. നമുക്ക് കാണുന്നവർക്കൊക്കെ പുറത്തുനിന്ന് വലിയ പ്രയാസങ്ങളൊന്നുമില്ല, നല്ല നല്ല കുടുംബം. പക്ഷെ ഈ ഒരു പ്രയാസം അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് മാത്രമേ അറിയുന്നുള്ളൂ. പക്ഷെ അതിനുശേഷം നമുക്ക് ഈ കഴിച്ച ഉൽപ്പന്നത്തിന്റെ റിസൾട്ട് ഞാൻ പറയാം, വായ തൊരാണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ തുടരെ നമ്മൾ ഈ ഒരു ഉൽപ്പന്നത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഉൽപ്പന്നങ്ങളാണ് സത്യം പറഞ്ഞാൽ എന്റെ ബിസിനസ്സിൽ കുറെ ആളുകളെ ഈ ഒരു ബിസിനസ്സിലേക്ക് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊഡക്റ്റ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ, നിങ്ങൾ ഏതൊരാളുടെ മുന്നിലും
ഒരു പ്രൊഡക്റ്റെങ്കിലും കൊടുത്തിട്ട് പോരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മളെ പ്രൊഡക്റ്റ് അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് പ്രൊഡക്റ്റ് ആണ്. ഒരു വീട്ടിൽ ഒരു വട്ടെങ്കിലും യൂസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റിച്ചാൽ, അല്ലെങ്കിൽ നമ്മളൊന്ന് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ റിസൾട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ആ വിശ്വാസത്തോടു കൂടി തന്നെ കുറെ ആളുകളിലേക്ക് ഞാൻ ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും പതുക്കെ പതുക്കെ ഞാൻ ഈ റിസൾട്ട് വരാൻ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ വളരെ സീരിയസ് ആയിട്ടൊന്നും അല്ല വന്നിട്ടുണ്ടായിരുന്നത്. കോവിഡിന് ശേഷമാണ് ശരിക്കും സത്യം പറഞ്ഞാൽ, ആ കോവിഡ് വരെ നമ്മൾ തിരക്കായിരുന്നു. കോവിഡിന് വന്നാൽ എല്ലാവരും പോലെ തന്നെ 8 മാസം സ്റ്റുഡിയോ തുറക്കാതെ വന്നപ്പോൾ, അല്ലെങ്കിൽ ക്യാമറ എടുക്കാണ്ട് വന്നപ്പോഴാണ് വരുമാനം ഒട്ടുമില്ലാണ്ട്, നമ്മൾ ശമ്പളമാണെങ്കിലും വാടകയാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. ഒരു വരുമാനം നമുക്കില്ല. പക്ഷെ ഇതിൽ പല ആളുകൾക്ക് ഞാൻ പ്രൊഡക്റ്റ് കൊടുത്ത സമയത്താണ് 1000ങ്ങളും 2000, 4000, 5000 ഒക്കെ ആഴ്ച വരുമാനത്തിലേക്ക് ഇങ്ങനെ വരാൻ എത്തിയത്. ആ ആഴ്ച വരുമാനം കൂടിയ സമയത്താണ് ഞാൻ വൈഫും ഒന്ന് സീരിയസ്ലി ഈ കാര്യങ്ങളൊന്ന് ഏറ്റെടുത്ത് കുറച്ച് ആളുകളിലേക്ക് എത്തിച്ചാലോ എന്നുള്ള തീരുമാനം വന്നത്. അങ്ങനെ 2 ആളും കൂടെ, ഞാൻ പറഞ്ഞു ഗവൺമെന്റ് ടീച്ചറാണ് വൈഫ്, സ്കൂളിൽ വർക്ക് ചെയ്യാണ്. അങ്ങനെ ശക്തമായിട്ട് ഞാനും വൈഫും കൂടെ ഇതിനിറങ്ങി. കാരണം പ്രൊഡക്റ്റ് റിസൾട്ട് കിട്ടിയതുകൊണ്ട് തന്നെ 100% വിശ്വാസത്തോടു കൂടി തന്നെ എന്റെ കുടുംബം എന്റെ കൂടെ നിന്നു. ഞാൻ പറയാ, നിങ്ങളെടുത്ത് ആരെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത ആളെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റെങ്കിലും കൊടുത്തിട്ട് 100% അവരെ കൊണ്ടുവരാനാണ് എനിക്ക് പറയാനുള്ളത് ഈ സമയത്ത്. അങ്ങനെ വന്നു, ആളുകളിലേക്ക് എത്തി തുടങ്ങി, റിസൾട്ടുകൾ വരാൻ തുടങ്ങി. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ കോൺഫിഡൻസ് കൂടി ഞാൻ പറഞ്ഞു, വൈഫിന്റെ അസുഖം മാറി, ആളുകളിലേക്ക് ഉപയോഗിച്ച ആളുകളൊക്കെ റിസൾട്ട് പറയാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഒരു ഓട്ടായിരുന്നു ഞാൻ. കാരണം വെച്ചാൽ ഇത് പ്ലാൻ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് ഓടായിരുന്നു. ഇപ്പോഴാണ് കുറേ ആളുകൾ ഞാൻ പോയി കണ്ടു. പക്ഷെ കണ്ട ആളുകളൊക്കെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പ്ലാൻ കാണിച്ചത്. പക്ഷെ ഒരാൾ പോലും എന്റെ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നില്ല. നോക്കാം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എടുക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ 100 കണക്കിന് ആളുകൾ എടുത്ത് ഞാൻ അപ്രോച്ച് ചെയ്ത സമയത്തും ആളുകൾ വരാത്തെന്ന് വെച്ചാൽ, ഞാൻ എന്റെ എക്സൈറ്റ്മെന്റിൽ എന്തൊക്കെയോ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, കൃത്യമായിട്ടല്ല പറയുന്നത്. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ചാൽ, ഈ 100 ആളുകളും എന്താ പൊട്ടന്മാരാണോ? കാരണം ഞാൻ പറയുന്നത് എന്താണ് ഈ പൊട്ടന്മാർക്ക് മനസ്സിലാവാത്തെന്നുള്ളത്. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അനുഭവം ഉണ്ടാവാം. ആവേശത്തിലും ആരംഭശൂരത്വം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ അങ്ങോട്ട് കയറി പറയാൻ തുടങ്ങുകയാണ്. അപ്പൊ പറയുന്ന ആളുകൾ വരുന്നില്ല, മീറ്റിങ്ങിന് വിളിച്ചാലും വരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കിത് പറ്റണില്ല ലീഡറെ. എന്റെ അപ്ലൈൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കിത് പറ്റണില്ല. അപ്പൊ മൂപ്പര് പറഞ്ഞു, നീ പറയുന്നത് ശരിയല്ല, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, കൃത്യമായിട്ട് അതിന് കാര്യങ്ങൾ പറയാൻ പഠിക്കണം. അത് മാത്രമല്ല, ആദ്യത്തെ കുറച്ച് പ്ലാനിന് അപ്ലൈനെ കൂട്ടിയിട്ട് പോകണം. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ ഒരു സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ് ഈ ബിസിനസ് ചെയ്യേണ്ടത്. നമുക്ക് എത്ര ബുദ്ധി ഉണ്ടെങ്കിലും എത്ര ശക്തി ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റുന്ന ബിസിനസ് അല്ല. ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇത് വിജയിക്കുള്ളൂ എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അങ്ങനെ പിന്നെ എന്നെ പോളിഷ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. കാരണം ഒരു 4 ആളുടെ മുന്നിൽ മൈക്കിൽ സംസാരിക്കുന്നത് എന്നെ സ്വപ്നം കണ്ടിട്ട് പോലുമില്ല. ആ സമയത്ത് കണ്ണാടിയിൽ നോക്കി ചിരിക്കാനും, കണ്ണാടിയിൽ നോക്കി പ്ലാൻ പറയാനും, കണ്ണാടിയിൽ നോക്കി ആളുകളെ അഭിസംബോധന ചെയ്യാനൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഓരോ ദിവസവും കുറെ ദിവസങ്ങൾ എടുത്തിട്ട് ആ കാര്യങ്ങൾ പഠിച്ച് തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്ന പ്ലാനിലൊക്കെ ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാൻ തുടങ്ങി. ആളുകൾ പതുക്കെ എന്നോടൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ആളുകൾ എന്നെക്കാളും കഴിവുള്ള ആളുകൾ ടീമിലേക്ക് കടന്നു വരാൻ തുടങ്ങി. 100% ആ ആളുകൾ, ഞാൻ പറയാം, എന്റെ ടീമില് ഓരോ വ്യക്തികളും കൃത്യമായിട്ട് അത് ഉപയോഗിച്ച സമയത്ത് എന്നെക്കാളും കഴിവുള്ള ആളുകൾ വരാൻ തുടങ്ങി. നമ്മൾ പറഞ്ഞു, ആദ്യമൊക്കെ ആളുകൾ വരാനാണ് പണി, പിന്നെ ആളുകൾ വന്നു കഴിഞ്ഞ ആളുകളെ നിലനിർത്താനാണ് പണി. നമ്മൾ ലീഡേഴ്സ് നമ്മളോട് പറയാറുണ്ട്. പിന്നെ ഞാൻ ഇവരൊക്കെ ചെയ്തത് എന്താ വെച്ചാല്, കറക്റ്റ് പ്ലാന് പഠിപ്പിക്കാൻ തുടങ്ങി. കൃത്യമായിട്ട് ഓരോ ദിവസങ്ങളും അവരെ സൂമിലാണെങ്കിലും കൃത്യമായിട്ട് അവരെ പ്ലാൻ പഠിപ്പിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എന്നെക്കാളും കഴിവുള്ള ആളുകൾ കടന്നു വന്നു, എന്നെക്കാളും ശക്തരായിട്ടുള്ള ആളുകൾ, ടീമുള്ള ആളുകൾ കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ ബിസിനസ് വളരാൻ തുടങ്ങി. ഫസ്റ്റിൽ ഓരോ അച്ചീവ്മെന്റുകളും നേടി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, GTSകൾ പരമാവധി ഞാൻ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. എല്ലാ കോഴിക്കോട് GTS സെന്റർ, മലപ്പുറം, മഞ്ചേരി, ഇങ്ങനെ അന്ന് മഞ്ചേരി മാത്രമാണ്, എല്ലാ സ്ഥലങ്ങളിലേക്കും 10ഉം 15ഉം ആളുകളെ ഓരോ മീറ്റിങ്ങിലേക്കും നമ്മൾ ടാർഗറ്റ് ചെയ്ത് എത്തിക്കാൻ തുടങ്ങി. ആ എത്തിച്ച ആളുകളും ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ അവരും കൃത്യമായിട്ട് പ്ലാൻ പഠിപ്പിക്കാനും ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും, എങ്ങനെ വരുമാനം കിട്ടും, എന്താണ് പ്രൊഡക്റ്റ്, ഇതൊക്കെ ആളുകളെ എങ്ങനെ പഠിപ്പിക്കുക അല്ലെങ്കിൽ പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ ആളുകൾ കടന്നു വരുന്നതോടുകൂടി തന്നെ റിസൾട്ടുകൾ കയറാൻ തുടങ്ങി. റിസൾട്ടുകൾ കയറാൻ വന്നപ്പോൾ തന്നെ നമുക്കറിയാം അസൂയകൾ കൂടാനും തുടങ്ങി. നമുക്കറിയാലോ, നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഇത്രയേ ഉള്ളൂ, നമുക്ക് എന്തെങ്കിലും ഒരു വളരുന്ന സമയത്ത് നമുക്ക് അസൂയകളും അല്ലെങ്കിൽ കുശുമ്പൊക്കെ ധാരാളം റിജക്ഷൻസ് പിന്നെ കൂടാൻ തുടങ്ങി. കാരണം നമുക്ക് അറിയാം,
വളരുന്ന സമയത്ത് ഉണ്ടാവുന്ന പല പ്രയാസങ്ങളും എല്ലാ ബിസിനസ്സിലും ഉണ്ടത്. അവിടെ ഇതേപോലെ തന്നെ റിജക്ഷൻ കൂടാൻ തുടങ്ങി. റിജക്ഷൻ കൂടാൻ തുടങ്ങിയ ടീമിനോടല്ല, നമ്മളെ ഇഷ്ടപ്പെട്ട പല ആളുകളും നമ്മളെ അംഗീകരിക്കാതായി, അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയാൻ തുടങ്ങി. അതൊക്കെ സത്യം പറഞ്ഞാൽ വളരെയധികം വിഷമം നമ്മൾക്ക് ഉണ്ടാക്കി എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും അവരെ ഓർക്കുകയാണ്. കാരണം അവരുണ്ടായത് കൊണ്ടാണ് നമ്മളെ ഈ ഒരു ബിസിനസ്സിന് വാശിയോടുകൂടി പ്രവർത്തിക്കാൻ ഇന്ധനം തന്നത് ശരിക്കും അവരാണ്. കാരണം ഞാൻ പറഞ്ഞു, ആ വ്യക്തികൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് ഡബിൾ ID RTCയിലേക്കും അതോടൊപ്പം തന്നെ ടച്ചിങ് STCയിലേക്കും എത്താൻ പറ്റി, തേർഡ് ID എത്തിക്കാൻ പറ്റി. ഇത് ആത്മാർത്ഥമായിട്ട് പരിശ്രമത്തിന്റെ പേരിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞു, ആ ഉള്ളില് അടങ്ങാത്ത വാശിയോട് കൂടെ തന്നെ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങി. ശക്തമായിട്ടുള്ള ടീമിലെ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നെക്കാളും കഴിവുള്ള ലീഡേഴ്സിനെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ടീമിന്റെ സൈസ് കൂടാൻ തുടങ്ങി. പല ഭാഗത്തും ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. പല ലീഡേഴ്സും പല 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 അച്ചീവ്മെന്റുകൾ നേടാൻ തുടങ്ങി. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ പറയില്ലേ, നമ്മൾ ബ്രാഞ്ച് 1ലും ബ്രാഞ്ച് 2ലും നല്ല ശക്തരായിട്ടുള്ള നല്ല ആളുകൾ വന്നാൽ നമ്മൾ പാവം മിണ്ടാണ്ട് നിന്നാൽ പോലും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല പറയുന്നത്, മിണ്ടാണ്ട് നിൽക്കാന്നല്ല, നമ്മളെക്കാളും കഴിവുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ടീമിന്റെ സൈസും വേഗതയും കൂടുന്നുള്ളതാണ്. അങ്ങനെ വന്നു തുടങ്ങി, റിസൾട്ടുകൾ വരാൻ തുടങ്ങി, കളിയാക്കൾ കൂടാൻ തുടങ്ങി. കൃത്യമായിട്ട് പിന്നെ ഗോൾ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഓരോ ആഴ്ചയിലും ഓരോ മാസം ഗോള് സെറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കൃത്യമായിട്ടും ഒരു സ്കൂട്ടറിൽ തുടങ്ങിയതാണ്, ഒരു ആക്ടിവ സ്കൂട്ടറിൽ തുടങ്ങി. അങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് അൾട്ടോ വാങ്ങി. 4 ചക്രം എന്നുള്ളതൊന്നും സത്യം പറഞ്ഞാൽ നമ്മുടെ ചിന്തയിലില്ല. അങ്ങനെ വാഹനത്തിലേക്ക് പോയി. നമ്മളെല്ലാം കാർ എന്ന് പറഞ്ഞാൽ 4 ടയർ എന്നുള്ളതാണ് എന്റെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നത്. അങ്ങനെ അതിൽ നിന്ന് അമേസ് എന്നുള്ള 2ാമത്തെ കാറിലേക്ക് പോയി. ഇന്ന് സഞ്ചരിക്കുന്നത് 7 സീറ്റർ ആയിട്ടുള്ള എർട്ടിക എന്നുള്ള ഫുൾ ഓപ്ഷൻ കാറിലേക്കാണ് ഇന്ന് സഞ്ചരിക്കുന്നത്. അപ്പോ ഈ ഒരു 3 വർഷം കൊണ്ട് എനിക്ക് 3ാമത്തെ കാറിലേക്ക് സഞ്ചരിക്കാനും, അതുപോലെ തന്നെ ഡബിൾ ID RTC എന്നുള്ള ലെവലിലേക്കും, അതേപോലെ തന്നെ ടച്ചിങ് STC എന്നുള്ള തേർഡ് IDയിലേക്കും ഇതാ അടുത്ത ആഴ്ചയോടുകൂടി ചെറിയൊരു വോളിയത്തിൻ്റെതാണ്. അപ്പോൾ STCയിലേക്കും തേർഡ് ID പോവാണ്. അപ്പൊ ഇതൊക്കെ സംഭവിക്കാൻ പ്രധാന കാരണം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു, നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് ഓടി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്റെ കൂടെ ഞാൻ പറഞ്ഞു, ബാപ്പു തങ്ങൾ വളരെ വ്യക്തമായിട്ട് ഫസ്റ്റിൽ സൂചിപ്പിച്ചു, എന്റെ വൈഫ് എന്റെ കൂടെ പൂർണ്ണ പിന്തുണയായിട്ട് എന്റെ ഫാമിലി ഉണ്ട്. അതോടൊപ്പം തന്നെ എപ്പോഴും കാണുന്നത് എന്റെ വൈഫിനെയും ഞാനും എന്നെ ഒരുമിച്ചാണ് ഏത് മീറ്റിങ്ങിനാണെങ്കിലും. കാരണം ഞങ്ങള് ഈ മീറ്റിങ്ങിൽ വരുന്ന സമയത്തും അല്ലെങ്കിൽ ആളുകളെ കാണുന്ന സമയത്തൊക്കെ ഫാമിലി ആയിട്ട് കാണാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ടീം വളരാൻ തുടങ്ങിയ സമയത്താണ് പല ജില്ലകളിലേക്കും ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് 2 വർഷം ലീവ് എടുത്തുകൊണ്ട്, ഗവൺമെന്റ് ജോബ് 2 വർഷം ലീവ് എടുത്തുകൊണ്ട് അതിശക്തമായിട്ട് ഞങ്ങൾ കുറെ ഫാമിലിനെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. അതായത് ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഫാമിലി നിൽക്കുന്നതിന് ഒരു പരിധി ഉണ്ട്. അപ്പൊ ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ കുറെ സമയം നമുക്ക് സംസാരിക്കാനും ആ ഫാമിലിനെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റും. ഭാര്യ ഭർത്താവും ഒരുമിച്ച് ഈ ബിസിനസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഡബിൾ എഫക്റ്റ് ആണെന്നുള്ളത്. ആ ലെവലിലേക്ക് നമുക്കിത് കാണിച്ചു കൊടുക്കാനും ഒക്കെ പറ്റി. ഞാൻ ഇതിൽ ഇരിക്കുന്ന ആളുകളോട് റിക്വസ്റ്റ് ചെയ്യാണ്, ചിലപ്പോൾ നിങ്ങളിത് കേൾക്കുന്ന ആളുകൾ ചിലപ്പോൾ ഭാര്യ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഭർത്താവ് ചെയ്യുന്നുണ്ടാവും. ഇത് അവരെ പരിചയപ്പെടുത്തി അതിന് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാനുള്ള മാക്സിമം സപ്പോർട്ടൊക്കെ എടുത്ത് പതുക്കെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ അല്ലെങ്കിൽ ആരാണോ ചെയ്യാത്തത് അവരെ പതുക്കെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സ്പീഡ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ സ്പീഡ് കൂടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരിക്കലും ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങണം. അങ്ങനെ നല്ല നല്ല ഫാമിലികൾ കടന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ പോലെ തന്നെ ഇതില് നമുക്ക് റിവാർഡ് ആൻഡ് അവാർഡ്, എനിക്ക് തോന്നുന്നു എന്റെ ടീമിൽ ഫസ്റ്റ് ആയിട്ട് റിവാർഡ് ആൻഡ് അവാർഡ് വാങ്ങിക്കുന്നത് ഞാനാണ്. അതോടൊപ്പം തന്നെ അങ്ങനെ അത് വന്നു. നമ്മൾ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലും സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ കുറെ ആളുകൾ ഇതെന്താണെന്ന് ചോദിക്കാൻ തുടങ്ങി. ചോദിക്കുന്ന ആളുകൾക്കൊക്കെ ബിസിനസ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ആ ബിസിനസ്സിൽ കുറെ ആളുകൾ അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് നോ പറഞ്ഞ ആളുകൾ പോലും, എന്നെ പിന്തിരിപ്പിക്കാൻ നടന്ന ആളുകൾ പോലും എന്റെ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അതൊരു ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം എന്താ പറയുക, നമ്മൾ പറയാറുണ്ട്, നമ്മൾ വിജയിക്കുന്നതിന്റെ തലേന്ന് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ ബിസിനസ് കിറ്റ് ചെയ്ത് പോവുക. പരാജയം വരുന്നത് വിജയിക്കുന്നതിന്റെ തലേന്നാണെന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മളിത് നിരന്തരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു തവണ നമ്മൾ വിജയിക്കും. ആ വിജയിക്കുന്നതോടുകൂടി ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം തീരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഓരോ നേട്ടങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സത്യം പറഞ്ഞാല് കേരളത്തിൽ നമ്മളെ ഓൾ ഇന്ത്യ ലെവലിൽ തായ്ലാന്റ് എന്നുള്ളൊരു കോണ്ടസ്റ്റ് വരുന്നത്. കോണ്ടസ്റ്റ് വന്ന സമയത്ത് ഞാൻ ഇതിന്റെ പ്രൊമോഷനുമായിട്ട് പാലക്കാട് പോയിരുന്നു. അങ്ങനെ നമ്മളെ ബ്ലൂ ഡയമണ്ട് ആയിട്ടുള്ള മോഹൻ സാറിന്റെ ഒരു അന്ന് ഗസ്റ്റ് സാറായിരുന്നു. കുറെ ആളുകൾ ഉണ്ടായിരുന്നു. സാറ് കുറെ ആളുകൾ, അപ്പൊ ഒരൊറ്റ ലേഡി അവിടെ ആ ബിസിനസ്സിൽ അച്ചീവർ ആയിട്ട് വന്നു.
ഒരു പ്രായം ഉള്ള സ്ത്രീ. അപ്പൊ മൂപ്പര് പറഞ്ഞു, മീശ വെച്ച ആരും രാണായിട്ട് പറഞ്ഞ ഒരാളും ഇത് അച്ചീവ് ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ വൈഫിനോട് പറഞ്ഞു, അത് എന്നെയും കൂടിയും ഉൾപ്പെടുത്തിയിട്ടാണല്ലോ സാറ് പറഞ്ഞത്, രാണിന് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരതായി. അങ്ങനെ അവിടെ നിന്ന് ഒരു ശക്തമായിട്ടൊരു തീരുമാനം എടുത്ത് ഞാൻ പറഞ്ഞു, ഇതില് മലപ്പുറത്തെ ഫസ്റ്റ് അച്ചീവർ ആയിട്ട് ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു മലബാറിലെ ഫസ്റ്റ് അച്ചീവർ ആയിട്ട് ഞാന് ഫസ്റ്റില് തായ്ലാന്റ് ക്വാളിഫൈ ചെയ്തു. ഞാൻ പറയാണ്, ആ ക്വാളിഫൈ ചെയ്ത സമയത്ത് പല അംഗീകാരങ്ങളും കിട്ടാൻ തുടങ്ങി. ചലിബിൽ സാറാണെങ്കിലും അനിൽ സാറാണെങ്കിലും പല ലീഡേഴ്സും വിളിക്കാൻ തുടങ്ങിയപ്പോ പിന്നെ ചില ആളുകൾ അതിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നിനക്ക് സാധിക്കും, കാരണം വെച്ചാല് നിനക്ക് കഴിവുണ്ട്, അല്ലെങ്കിൽ നിനക്ക് ടീമുണ്ട്, അതുകൊണ്ട് നിനക്കത് സംഭവിക്കും, അല്ലെങ്കിൽ നിനക്കത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വാശിയായി, കാരണം എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോ അത് നമ്മൾ ചെയ്തത് ശരിയാണ് എന്നുള്ളതല്ല പറഞ്ഞത്, അത് കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു. അങ്ങനെ സത്യം പറഞ്ഞാല് എന്റെ ടീമില് ഞാൻ ഒരു 3 മാസം പ്രായമുള്ള ഒരു ടീം ഉണ്ടായിരുന്നു. കുറച്ച് ഉസ്താദുമാരുടെ ബാബു തങ്ങളെ പോലെ തന്നെ 3 മാസം കൊണ്ട് കുറെ ഉസ്താദുമാര്, യമനിമാര്, പിന്നെ ധാരാനിമാര്, ഫൈസിമാര്, അങ്ങനെ ഉദവിമാര്, ഇങ്ങനെ കുറെ ആളുകൾ കടന്നു വന്നു. 3 മാസം കൊണ്ട് അതിലെ മുജീബ് ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈസി ഉണ്ട്. ഫൈസിനെ ഞാൻ സെക്കൻഡ് ആയിട്ട് എന്താ വെച്ചാൽ ക്വാളിഫിക്കേഷൻ ചെയ്യും. ഈ തായ്ലാന്റ് അച്ചീവർ ഞാൻ ചെയ്തോടൊപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇയാളെയും കൂടെ അച്ചീവ് ചെയ്യിപ്പിച്ചു. അപ്പൊ പറയുന്ന ആളുകളൊക്കെ വായ മൂടിക്കെട്ടാൻ എനിക്കത് പറ്റി എന്നുള്ളതാണ്. പക്ഷെ ആ യാത്ര ഞാൻ പറയാം, ഒരിക്കലെങ്കിലും നിങ്ങൾ എന്ത് റിസ്ക് എടുത്തിട്ടും തായ്ലാന്റ് അച്ചീവ് ചെയ്യാനും, അല്ലെങ്കിൽ എന്ത് കോണ്ടസ്റ്റ് ആണോ കമ്പനി വെക്കുന്നത് വെച്ചാൽ അതൊരു മാസമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ടൊരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഫ്രീ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പക്ഷെ അവിടെ പോയ സമയത്ത് നമ്മളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുന്നത് അടക്കം തിരിച്ചെത്തുന്നത് വരെ ഞാൻ പറയാം വളരെ ലാബിഷ് ആയിട്ട്. അങ്ങനെ ഞാനും വൈഫും അതേപോലെ തന്നെ മുജീബ് ഉസ്താദും കൂടെ തായ്ലാൻഡിൽ പോയി. ലക്ചൂറിയസ് ആയിട്ട് പറയുന്ന ഓരോ ലീഡേഴ്സും പറയുന്നുണ്ട്, പോവുകയാണെങ്കിൽ മൈ ലൈഫിന്റെ കമ്പനി ട്രിപ്പിൽ പോകണം എന്നുള്ളത്. ഞാൻ പറയാം, അടുത്ത പ്രാവശ്യം നിങ്ങളൊരു ടാർഗറ്റ് വെച്ചിട്ട്, ഇപ്പൊ തന്നെ ഒരു ടാർഗറ്റ് വെച്ചിട്ട് അതിലേക്ക് ടീമിനെ സെറ്റ് ചെയ്തിട്ട് എന്ത് ഫോറിൻ ട്രിപ്പ് കമ്പനി അനൗൺസ് ചെയ്തോ നിങ്ങളത് അച്ചീവ് ചെയ്തിരിക്കണം. ട്രിപ്പ് പോയ സമയത്ത് ലോകത്തിൽ പല അത്ഭുതങ്ങളും കാണാൻ സാധിച്ചു, പല കൾച്ചർ നമുക്ക് പഠിക്കാൻ സാധിച്ചു, ഭക്ഷണങ്ങൾ നമ്മൾ ഇതുവരെ കാണാത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ സാധിച്ചു, ഇതുവരെ അന്തിയുറങ്ങാത്ത അത്രയും ലക്സോറിയസ് ആയിട്ടുള്ള റൂമിൽ നമുക്ക് താമസിക്കാൻ പറ്റി. ഇങ്ങനെ നിരവധി പല കാര്യങ്ങളും, അതായത് നമ്മൾ പാരച്യൂട്ടിന്റെ ഒക്കെ മുകളിൽ എത്രയോ മുകളിൽ പോയിട്ട് ഇറങ്ങുന്നതൊക്കെ, കടലിന്റെ നടുക്കടലിൽ പോയിട്ട് ഇറങ്ങുന്നതൊക്കെ ശരിക്കും പറഞ്ഞ പോലെ തന്നെ അത് വളരെയധികം അനുഭൂതിയായി. അതുപോലെ തന്നെ കടലിന്റെ അടിയിൽ മീനുകൾക്ക് തീറ്റ കൊടുക്കാനൊക്കെ നമ്മളല്ലേ ഏറ്റവും താഴത്ത് കടലിന്റെ അടിയിൽ പോയിട്ട് മീനിന് ഇതൊക്കെ ജീവിതത്തിൽ ഞാൻ പറയാം ആദ്യമായിട്ടാണ് ഞാൻ പാസ്പോർട്ട് എടുത്തിട്ട് ഒരു വിദേശ ട്രിപ്പ് പോകുന്നത്. അതെല്ലാം സാധിച്ച കമ്പനിയുടെ പേരാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ്. ഞാൻ പറയാം, ഒരിക്കലും നിങ്ങൾ ഇത് മിസ് ചെയ്യരുത്. അടുത്തൊരു ട്രിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അത് അച്ചീവ് ചെയ്യണം. ഓരോരുത്തരും അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ കൃത്യമായിട്ട് റിസൾട്ടുകൾ കയറ്റി തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ നെക്സസ് എന്നുള്ള പ്രോഗ്രാമിൽ അതൊരു വാശിയോടെ തന്നെയായിരുന്നു. കാരണം ഒരു എന്തെങ്കിലും ആയിട്ട് ഒരു അച്ചീവർ ആയിട്ട് അവിടെ ഉണ്ടാവണം എന്നുള്ളത്. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടർ ഐഡിയിൽ ഞാൻ പറഞ്ഞു, പുതിയ ഇപ്പൊ ഞാൻ തേർഡ് ID പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഐഡിയയിൽ ഡിസ്ട്രിബ്യൂട്ടർ ലെവലിൽ കേരളത്തിലെ ടോപ്പർ എന്നുള്ള ലെവലിൽ അവിടെ ആ 12,000-ലധികം ആളുകളുടെ മുന്നിൽ നിന്ന് ആ ഒരു മൊമെന്റോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ആ ട്രോഫി എനിക്ക് ഏറ്റുവാങ്ങാൻ പറ്റി. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായിട്ട് ഞാൻ കരുതാണ്. കാരണം അത്രയും ക്രൗഡിന്റെ മുന്നിൽ, അത്രയും കേരളത്തിൽ അറിയപ്പെടുന്ന ആളുകളുടെ മുന്നിൽ, എന്റെ ടീമിന്റെ മുന്നിൽ, എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മുന്നിൽ ആ ഒരു മൊമെന്റോ വാങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഞാൻ പറയാം, അത് വാങ്ങി ഇതേപോലെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കഷ്ടപ്പെട്ടതിനൊക്കെ ഫലം ശരിക്കും ആ ഒരു വേദി അല്ലെങ്കിൽ ആ ഒരു മൊമെന്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാണ്, ആത്മാർത്ഥമായിട്ട് ഈ ബിസിനസ്സിനെ ഏറ്റെടുത്തുകൊണ്ട്, ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ട്, നിങ്ങളെ ടീമിനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അവരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, ഇതിൽ ഏറ്റവും വലിയ കാര്യം ഏതൊരാളുകളും അറിവാണ് ഏറ്റവും വലുത്. പക്ഷെ അറിവ് എല്ലാം ഉണ്ട് എന്ന് കരുതി നമ്മൾ അഹങ്കരിക്കുന്നതിന് പകരം അറിവ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നിടത്താണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചെന്നെത്തുന്നത്. അങ്ങനെ എത്തിയ സമയത്താണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഇത്രയും നേട്ടങ്ങളൊക്കെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. ഇന്ന് അതിശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ടീമും നമ്മളെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ലീഡേഴ്സും നമുക്ക് ഇന്നുണ്ട്. നിങ്ങളെ പോലെ തന്നെ ഇന്ന് ടീം സക്സസ് വളരെ ശക്തമായിട്ട് നമ്മൾ പിന്നെ എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഉമർ ഉസ്താദിനെ പോലെ തന്നെ ഇത്രയും നല്ല ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീം ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയ ലീഡർഷിപ്പ് ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നത്. ഞാൻ പറയാം, ഇത് ഇങ്ങോട്ട് വരുന്ന ബിസിനസ് അല്ല, നമ്മൾ അങ്ങോട്ട് തേടി പിടിക്കേണ്ടതാണ്.
ഏത് മാക്സിമം ലീഡേഴ്സിനെ ഉപയോഗിക്കുന്നിടത്താണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എല്ലാ ആളുകളും കൃത്യമായിട്ട് ലീഡേഴ്സിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ശക്തമായിട്ട് രീതിയിൽ ഒരു റെസ്റ്റും കൊടുക്കുക. നമ്മളല്ലേ നോ 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 റെസ്റ്റ് അൺടിൽ യു ആർ ദ ബെസ്റ്റ്. നിങ്ങൾ ഒരിക്കലും റെസ്റ്റ് കൊടുക്കാതെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ തിരിച്ചറിയുന്നത് വരെ, റിസൾട്ട് ഉണ്ടാക്കുന്നത് വരെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഇതിനെ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇല്ലെങ്കിലും 3 തലമുറ സേഫ് ആക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എത്രമാത്രം നമ്മൾ ഇതിനെ മനസ്സിലാക്കി എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഇനി വരാൻ പോകുന്ന ആ കാലഘട്ടം ഈ ബിസിനസ് ആണെന്നുള്ള തിരിച്ചറിവോടെ തന്നെ നമുക്ക് പറയാം AI കാലഘട്ടം വരാണ്. കുറെ ആളുകളെ ജോലി പോകാൻ പോകുക. 2026 ആകുമ്പോഴേക്കന്നെ 25 കോടി ജനങ്ങളുടെ ജോലി പോകുന്നുള്ളതാണ് പുതിയ കണക്കിലൊക്കെ. അപ്പൊ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മൾ ഇപ്പൊ സേഫ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഇനി ജോലി പോയി കഴിഞ്ഞാൽ അവർ വരാൻ പോകുന്ന മേഖല ഇതാണ്. പഠിച്ചിറങ്ങുന്ന കുട്ടികൾ, ഏറ്റവും കൂടുതൽ നമ്മളെ താഴേക്ക് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ചെയ്യാൻ പോകുന്ന ഒരു മേഖലയാണ്. ഏറ്റവും ലോകത്തിൽ ഇനി ബൂം ചെയ്യാൻ പോകുന്ന ബിസിനസ് ആണ്. കിട്ടിയത് ആലോചിച്ച് നോക്കണം. നമ്മുടെയൊക്കെ പ്രാർത്ഥന ദൈവം കേട്ടതുകൊണ്ടാണ്. സത്യസന്ധമായിട്ട് ചെയ്യുക, ഏറ്റവും നല്ല ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുക, അവരോട് സ്നേഹത്തോടെ തന്നെ നിൽക്കുക. ചിലപ്പോ എന്റെ കഴിവാവില്ല, മറ്റുള്ളവർക്ക് ഉണ്ടാവും. അപ്പൊ എല്ലാവരുടെയും കഴിവ് ക്രോഡീകരിച്ചുകൊണ്ട് ഏറ്റവും ശക്തരായിട്ടുള്ള ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും.